ADGP MR അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന് മോങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ചോളൂ. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി KK ശ്രീലാലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. നമ്മുടെ നാട്ടിൽ ചർച്ചയല്ല, വലിയ വാർത്തയല്ല. വാർത്ത കൊടുത്തോ കൊടുത്തിട്ടുണ്ട്, ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ പെട്ടിട്ടില്ല. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അതിലുപരി കോൺഗ്രസിൻ്റെ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന ഉദ്യോഗസ്ഥ സംഘടനയുടെ പ്രമുഖനായിട്ടുള്ള നേതാവിൻ്റെ പണിയാണ് തെറിച്ചത്. എന്തിനാണെന്നല്ലേ? പെട്ടെന്ന് നിങ്ങളുടെ മാപ്രാ ചിന്താഗതിയിൽ പറയും, അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ പിരിച്ചുവിട്ട കാര്യം കേട്ടോളൂ. നിയമന തട്ടിപ്പ്. ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ 8ഓളം പേരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെടുത്തു. എന്നിട്ട് ജോലിയുമില്ല, തേച്ചു. അതിൽ പൈസ കൊടുത്ത ഒരു പരാതിക്കാരൻ, അഭിജിത്ത് എന്നാണ് ആ പരാതിക്കാരൻ്റെ പേര്. ആ പരാതി പരിഗണിച്ചുകൊണ്ട് സർക്കാർ പണം വാങ്ങിച്ച കാര്യം ബോധ്യപ്പെട്ടപ്പോൾ സസ്പെൻഡ് ചെയ്തു. വെറുതെ അല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനുശേഷം 2020 നടന്ന വിഷയത്തിൽ അന്വേഷണ കമ്മീഷൻ നിയമിച്ചു. വിജിലൻസ് കേസ് അന്വേഷിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. ഇയാൾ തട്ടിപ്പ് നടത്തിയെന്ന് ഔദ്യോഗികമായി തെളിഞ്ഞു. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല, സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇതാണ് പിണറായി വിജയൻ സ്റ്റൈൽ. വെറുതെ ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടി ഉണ്ടാകില്ല. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഏത് MR അജിത് കുമാറിനെതിരെയും നടപടി ഉണ്ടാകും. അതിനൊരു ഉദാഹരണമാണ് പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. ചെറിയ പോസ്റ്റല്ല, ഹൈ പോസ്റ്റിൽ. അതായത് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹൈ പോസ്റ്റ് എന്നതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ADGP റാങ്ക് വരും. ആ റാങ്കിലിരുന്ന വ്യക്തിയുടെ ജോലി കട്ടപ്പുറത്താക്കിയത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ്. അതുപോലെ തന്നെയാണ് ADGP MR അജിത് കുമാറിനെതിരെയും റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യം പറയുന്നത്. വേണമെങ്കിൽ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന KK ശ്രീലാലിനെ കോൺഗ്രസ് സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതിനു മുൻപേ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാമായിരുന്നു, അഥവാ പിരിച്ചുവിടാമായിരുന്നു. പക്ഷേ ചെയ്തില്ല. അതിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയും പോലെ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് സർവീസിൽ തുടരാൻ ഇയാൾക്ക് യോഗ്യതയില്ല. കോൺഗ്രസ് സംഘടനാ നേതാവായതുകൊണ്ട് തന്നെ സാമ്പത്തികത്തോടുള്ള ആക്രാന്തത്തെക്കുറിച്ച് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കയ്യോടെ പിടിച്ച ഈ വാർത്ത ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് എത്ര ഇടങ്ങൾ നിങ്ങൾ കണ്ടു? അത് കാണില്ല. KK ശ്രീലാൽ എന്ന് പറയുന്ന കൈക്കൂലിക്കാരൻ ഈ നാട്ടിൽ ഒളിപ്പിക്കപ്പെടേണ്ടവനാണ്. കാര്യം എന്താണ്? അയാൾ ഒരു കോൺഗ്രസ് സംഘടനാ നേതാവാണ്. അയാൾ CPMകാരനോ ഇടത് സംഘടനാ നേതാവോ ആയിരുന്നെങ്കിൽ ഇന്നലെ തട്ടിട്ട് തുള്ളിയനെ. പക്ഷേ ഇത്രയും വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന വ്യക്തി, ഈ നടപടി നേരിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടത് ചർച്ചയാകുന്നില്ല? എന്തുകൊണ്ടത് വാർത്തയാകുന്നില്ല? നാളെ MR അജിത് കുമാറിന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇതുപോലെ നടപടിയെടുക്കും. ആ നടപടിയെടുക്കുന്നതിലൂടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ആരുടെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരിക്കില്ല. മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത് സർക്കാർ അതേപോലെ പ്രവർത്തിക്കുമെന്നുള്ളൊരു തോന്നൽ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ വരുത്താൻ ഈ കിട മത്സരക്കാർ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ പിണറായിയെ കിട്ടില്ല. കൃത്യമായിട്ട് സർക്കാർ സംവിധാനത്തിലെ ചട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വേണ്ട അന്വേഷണങ്ങൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഏത് KK ശ്രീലാലും ഇതുപോലെ പറക്കും. ഇത് തന്നെയാണ് MR അജിത് കുമാറിൻ്റെ കാര്യത്തിലും കാത്തിരിക്കുന്നത്. ചിലർക്ക് ഒട്ട് സമാധാനമില്ല. ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് പറയുന്നു ഇപ്പം പുറത്താക്കും, പക്ഷേ സൗകര്യമില്ലെന്നേ. നിങ്ങളുടെ വാർത്തയല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയുടെ തെളിവ്. അയാളുടെ കീഴിലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ടും ആ റിപ്പോർട്ടിന്മേൽ എന്തെല്ലാം നടപടി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തി ഏതെങ്കിലും അഴിമതിക്കാരനെയോ വഴിവിട്ട പ്രവർത്തനം നടത്തുന്നവരെയോ സംരക്ഷിക്കുമെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്കാണ് പൊതുഭരണ സെക്രട്ടറി ആയിട്ടുള്ള സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം തെറിച്ചിരിക്കുന്നത്. പക്ഷേ വാർത്ത എത്ര ഇടങ്ങളിൽ നിങ്ങൾ വലിയ വെണ്ടയ്ക്ക നിരത്തലിൽ കണ്ടു. ആ മോഡലിൽ ഇത് നിങ്ങൾ കാണില്ല. കാര്യം ഇത് ചവിട്ടി പൂഴ്ത്തേണ്ടതാണ്.
ഇത് ഇവർക്കു കൂടി പങ്കാളിത്തമുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അത് പിണറായിക്ക് ഹീറോയിസമായി പോകില്ലേ? അതുകൊണ്ട് നമ്മൾ ചവിട്ടി മൂടിയിട്ട് അജിത് കുമാറിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങും. ഒടുവിൽ അജിത് കുമാറും തെറിക്കുന്ന ദിവസം എത്തുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ പുറത്താക്കി എന്നുള്ള ഒരു വാചകം നിങ്ങൾക്ക് ഇപ്പോഴേ അച്ചടിച്ച് വയ്ക്കാമെന്നുള്ള ഉപദേശം നൽകുകയാണ്. കാര്യം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടാൽ തെറിക്കും, തെറിച്ചിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി ഓർമ്മിച്ചു വെച്ചോളൂ.